ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വയനാട്ടിൽ CPM-ന് അപ്രതീക്ഷിത ജില്ലാ സെക്രട്ടറി. മത്സരത്തിലൂടെയാണ് നിലവിലെ സെക്രട്ടറി പി ഗഗാറിനെ പരാജയപ്പെടുത്തി കെ റഫീഖ് സെക്രട്ടറിയായത്. ജില്ലാ സമ്മേളനം തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ മത്സരം നടന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളുകയാണ് CPM നേതാക്കൾ. ഐക്യകണ്ഠന തിരഞ്ഞെടുത്തതാണ്. ഒരു തെറ്റായ വാർത്തകളൊന്നും കൊടുത്തേക്കല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രതീകമാണ്. കോൺഫറൻസിൻ്റെ തീരുമാനമാണ്. എല്ലാം വളരെ ഐക്യത്തോടു കൂടി ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ, ജില്ലാ സെക്രട്ടറി എല്ലാം ഐക്യകണ്ഠനെയാണ് തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഈ തെറ്റാദ്യം തന്നെ ഞങ്ങളെ ആക്ഷേപിക്കാൻ വാർത്തകൾ ഉണ്ടാക്കും. ഇത് ഞങ്ങളൊക്കെ കുറേ കാലമായി കാണുന്നതാണ്. ഗഗാറിനെ തുടരണമെന്നുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഗഗാറിന് കേരള ബാങ്കിൻ്റെ ഡയറക്ടറാണ്, പിന്നെ C20 ഒരു ചുമതലയുണ്ട്. അപ്പോൾ ഗഗാറിന് തന്നെ തുടരണമെന്നില്ല. 3 ടേം എന്ന് പറഞ്ഞാൽ 3 ടേം പൂർത്തിയാക്കിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ 1 ടേം കഴിയുമ്പോൾ തന്നെ മാറാം, അല്ലെങ്കിൽ 2 ടേം കഴിയുമ്പോൾ മാറാം. ഇതിപ്പോൾ പിന്നെ റഫീഖ് ചെറുപ്പക്കാരനാണ്, DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. വളർന്നു വരണ്ടേ ചെറുപ്പക്കാർ? നമ്മൾ മത്സരമോ അങ്ങനെ ഒരു സംഭവമേ ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്ത ഒരു സെക്രട്ടറിയാണ് റഫീഖ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി സുൽത്താൻ ബത്തേരിയിലെ സമ്മേളന വേദിയിൽ നിന്ന് ചേരുന്നത്. സുർജിത്ത്, എന്താണ് വയനാട്ടിൽ നടന്നത്? സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം എന്തായിരുന്നു? വിജയകുമാർ, പാർട്ടി നിഷേധിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള മത്സരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി പറയുന്നത്. ഔദ്യോഗികമായി തന്നെ പാർട്ടി നേതാക്കൾ മുൻ ജില്ലാ സെക്രട്ടറി പി ഗഗാറിനടക്കം അത് വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മത്സരം നടന്നു എന്ന ചോദ്യത്തിന് EP ജയരാജനും PK ശ്രീമതി ടീച്ചറും പറഞ്ഞ മറുപടിയും ഇതുതന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഈ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ, 27 അംഗ പാനൽ ആദ്യമായി സംഘടനാ സമ്മേളനത്തിൽ അത് ഉയർത്തിക്കാട്ടി ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള മത്സര സ്വഭാവം ഉണ്ടായിട്ടില്ല. അതിൽ 5 പേരെ പുതിയ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. PK രാമേന്ദ്രൻ, C യൂസഫ്, NP കുഞ്ഞുമോൾ, PM നാസർ, PK പുഷ്പൻ എന്നിവരെയാണ് പുതുതായി ആ കമ്മിറ്റിയിലേക്ക് എടുത്തിരുന്നത്. അങ്ങനെ ഈ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം 27 എന്നുള്ള തരത്തിലേക്ക് പാനൽ അവതരിപ്പിച്ചു. ആ പാനൽ പൂർണ്ണമായും ഐക്യകണ്ഠേന അംഗീകരിച്ചു. അതിനുശേഷമായിരുന്നു ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ചേർന്നത്. അതിനകത്ത് മത്സരമുണ്ടായി എന്നുള്ള തരത്തിലുള്ള കൃത്യമായ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ 27 അംഗങ്ങളിൽ 16 അംഗങ്ങൾ റഫീഖിനെ പിന്തുണയ്ക്കുകയായിരുന്നു. 11 അംഗങ്ങൾ പി ഗഗാറിനെയും പിന്തുണച്ചു. അങ്ങനെ സംഘടനാ സമ്മേളനത്തിൽ കെ റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്തായാലും ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്. ആ ഉൾപാർട്ടി ജനാധിപത്യം അതിനകത്ത് വിനിയോഗിച്ചു. പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള അട്ടിമറികളും സംഭവിച്ചിട്ടുണ്ട് CPM-ൽ. പക്ഷേ അതുപോലെ തന്നെ ഇവിടെയും സ്വാഭാവികമായും ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വരുന്നു. ആ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു യുവമുഖമാണ്. SFIയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കെ റഫീഖ്, അദ്ദേഹം SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. നിലവിൽ DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതിൻ്റെ സംസ്ഥാന നേതൃനിരയിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ്. യൂത്ത് ബ്രിഗേഡിൻ്റെ ചാർജുള്ള ആളാണ്. അത്തരത്തിലൊരു യുവമുഖത്തെയാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ വയനാട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ്. ഈ ടേം ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാകാൻ കെ റഫീഖിന് സാധ്യത ഏറെ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ എല്ലാ കാലത്തും ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അതിൽ മാറ്റമുണ്ടാകും. ഈ മാറ്റമുണ്ടായതിൽ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല എന്നുള്ള വിശദീകരണമാണ് പി ഗഗാറിൻ നടത്തിയത്. എന്തായാലും പാർട്ടിയെ നയിക്കാൻ യുവ നേതൃത്വം തന്നെ വേണമെന്ന് വിചാരിക്കുന്ന ഈ ഒരു കാലത്ത് ആണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ തീരുമാനം ഐക്യകണ്ഠേന എന്നാണ് പി ഗഗാറിൻ പറഞ്ഞിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അളവിൽ പുറകോട്ട് പോയ പ്രദേശങ്ങളുണ്ട്. BJP 2ാം സ്ഥാനത്തെത്തിയ പല പ്രദേശങ്ങളുണ്ട്. പാർട്ടി 3ാം സ്ഥാനത്തേക്ക് നീങ്ങിയ പല പ്രദേശങ്ങളുണ്ട്. ചില വോട്ട് ബാങ്കിൽ വലിയ രീതിയിലുള്ള ചോർച്ചകളും സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചുപിടിക്കുക എന്നുള്ള വലിയ ദൗത്യം ഇനിയുള്ള കാലത്ത് കെ റഫീഖിന് മുന്നിലുണ്ട്. എന്തായാലും അദ്ദേഹം ഈ പ്രവർത്തന പരിചയമുള്ള ഈ രംഗത്ത്, പാർലമെന്റ് രംഗത്തിലെങ്കിലും പ്രവർത്തന പരിചയമുള്ള നേതാവാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പാർട്ടിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചുമതലയിലേക്ക് റഫീഖ് എത്തിയിരിക്കുന്നത്.
വിജയ്. യെസ്, 11-നെതിരെ 16 വോട്ടുകൾക്കാണ് റഫീഖ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ഒരു വോട്ടെടുപ്പ് നടന്നു എന്ന വാർത്തകൾ അപ്പാടെ തള്ളുകയാണ് CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവർ. EP ജയരാജൻ തെറ്റായ വാർത്തകളൊന്നും മാധ്യമങ്ങൾ കൊടുത്തേക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നു. പുതിയ സെക്രട്ടറിയെ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തതെന്ന് തന്നെയാണ് ലഭ്യമായ മുഴുവൻ വിവരങ്ങളും വ്യക്തമാക്കുന്നത്. എന്നാൽ ഐകകണ്ഠേനയാണ് തെരഞ്ഞെടുത്തതെന്ന് കെ റഫീഖ് 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം: വയനാടിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറിയാണ് കെ റഫീഖ്. ഒരുപക്ഷെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. ഒരുപക്ഷെ ആ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി ആവും. എന്തായാലും അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഇനിയുള്ള മുന്നോട്ട് പോക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും പാർട്ടിയുടെ ജില്ലാ സമ്മേളനം വളരെ ഗൗരവമായ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയം, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം, അതുപോലെയുള്ള ബദൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം, നമ്മുടെ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമായ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട്. അപ്പോൾ ഇത്തരം വിഷയത്തിലൊക്കെ വലിയ രൂപത്തിലുള്ള ബഹുജനങ്ങളുടെ ആകെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതോടൊപ്പം ഗവൺമെൻറ് തലത്തിൽ ഇടപെടേണ്ടത് ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ, ഇതിനെ സംബന്ധിച്ചെല്ലാം സമ്മേളനം വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കും. അതോടൊപ്പം തന്നെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും സംഘടനാതലത്തിൽ നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അത് കൂട്ടായിട്ടാണ്. സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സമ്മേളനമാണ്. ആ സമ്മേളനം ഇപ്പോൾ 27 അംഗ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 27 അംഗ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നന്നായി ഇടപെടാൻ കഴിയുന്ന സഖാക്കളാണ്. അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പി ഗഗാറിൻ ജില്ലാ സെക്രട്ടറി ആകുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ സംഘടനാ സമ്മേളനം കഴിഞ്ഞ ഘട്ടത്തിൽ താങ്കൾ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു മത്സര സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. ഞങ്ങളുടെ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ പറയുന്നത്. ഇവിടെ എല്ലാം ഐക്യകണ്ഠേനയാണ്. 27 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തതും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുത്തതും പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതും എല്ലാം ഐക്യകണ്ഠേനയാണ്. നിങ്ങൾ ഇന്നയാൾ സെക്രട്ടറി ആവും, ഇന്നയാൾ സെക്രട്ടറി ആവില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാവനയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. സമ്മേളനം തിരഞ്ഞെടുക്കുമ്പോഴാണ് ആ രൂപത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം വരുന്നത്. തീർച്ചയായും സമ്മേളനം വളരെ ഐക്യത്തോടു കൂടിയാണ് എല്ലാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതെല്ലാം ഒരു കൂട്ടായ നേതൃത്വമാണ്, ആരെങ്കിലും ഒരാൾ എന്നുള്ളതല്ല. പകരം സെക്രട്ടറി എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, ഇതിനൊന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നർത്ഥത്തിൽ മാത്രമാണ്. സ്വാഭാവികമായിട്ടും കൂട്ടായ നേതൃത്വം എന്ന നിലയിൽ തന്നെയാണ് നമ്മളെ ഈ കമ്മിറ്റി മുന്നോട്ട് പോവുക. അതിനെല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. യാതൊരു വിധത്തിലുള്ള കെ റഫീഖ് സുർജിത്ത് അയ്യപ്പത്തുമായി സംസാരിക്കുകയായിരുന്നു. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പോരായ്മ പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടി പ്രസംഗത്തിലാണ് MV ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതാദ്യമായി CPM പറയുന്നു EP ജയരാജനെതിരെ ഒരു തരത്തിലൊരു സംഘടനാ നടപടി എടുത്തുവെന്നും. അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലേ? വിജയകുമാർ, EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിയോഗിച്ചത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. ആ നിയോഗിച്ച തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെയാണ് പിന്നീട് പിൻവലിച്ച് TP രാമകൃഷ്ണനെ കൺവീനറായി നിയമിക്കാനുള്ള തീരുമാനമെടുത്തത്. ഒരു തരത്തിൽ സംഘടനാ നടപടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നടപടി തന്നെയാണ് ഉണ്ടായത്. എന്നാൽ CPM-ന്റെ 6 സംഘടനാ അച്ചടക്ക നടപടികളിൽ ഗണത്തിൽ ഇത്തരത്തിൽ ഈ കാര്യം വരുന്നില്ല എന്ന് മാത്രമല്ല ഒരു അച്ചടക്ക നടപടി എന്ന് പ്രഖ്യാപിച്ചാൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെതിരായ നടപടി അദ്ദേഹത്തിൻ്റെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയിലാണ് എടുക്കേണ്ടതെന്ന് സാങ്കേതികത്വമുണ്ട്. എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഒരു തരത്തിലുള്ള നടപടിയായി തന്നെയാണ് CPM കാണുന്നത്. പ്രവർത്തനത്തിലെ പോരായ്മ കൊണ്ടാണ് EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയെന്ന കാര്യം ഈ ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിൽ ഈ MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ചില പോരായ്മകൾ പാർട്ടി കണ്ടെത്തിയിരുന്നു. ആ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം മറ്റു ചില പോരായ്മകൾ കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അതിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും അതിന് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം സ്ഥിരീകരണം നൽകിയതും ഈ BJP-യുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് പറഞ്ഞ പ്രസ്താവനയുമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് EP ജയരാജനെ പ്രവർത്തനത്തിലെ പോരായ്മ കണക്കാക്കി മാറ്റിയതെന്നാണ് ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത്.
LDF കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയത് പ്രവർത്തന രംഗത്തെ പോരായ്മ കൊണ്ട് എന്നാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. തിരുവനന്തപുരം സമ്മേളനത്തിലേക്ക് വന്നാൽ അവിടെ തെറ്റുതിരുത്തൽ രേഖ തിരുവനന്തപുരത്ത് നടപ്പായില്ല എന്ന വിമർശനവും MV ഗോവിന്ദൻ നടത്തിയിട്ടുണ്ട്. പാർട്ടി വിട്ട മധു മുല്ലശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഗുരുതര പരാമർശമാണ് MV ഗോവിന്ദൻ അവിടെ നടത്തിയത്. തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയായി V ജോയ് തുടരും. ശ്രീജിത്ത് അതിന്റെ കൂടി വിവരങ്ങൾ ഇപ്പോൾ നൽകും. ഈ തെറ്റുതിരുത്തൽ രേഖ നടപ്പായില്ല, അതുപോലെ അവിടുത്തെ പാർട്ടിയിലുണ്ടായ ജീർണത, അതൊക്കെ മറുപടി പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി അക്കമിട്ട് പറയുന്നുണ്ടല്ലേ ശ്രീജിത്ത്? എസ് വിജയകുമാർ ഈ ജില്ലാ സമ്മേളനത്തിലെ മറുപടി പ്രസംഗത്തിലാണ് തെറ്റുതിരുത്തൽ രേഖ നടപ്പാക്കാത്തതിന്റെ കാര്യം MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത്. അതിന് കാരണം മധു മുല്ലശ്ശേരി ഏരിയ സെക്രട്ടറി ആകാത്തതിനെ തുടർന്ന് ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോവുകയും പിന്നീട് BJPയിൽ ചേരുകയും ചെയ്ത സംഭവമാണ്. തെറ്റുതിരുത്തൽ രേഖ ഫലപ്രദമായി നടപ്പിലാക്കിയെങ്കിൽ മധു മുല്ലശ്ശേരിമാർ തിരുവനന്തപുരത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. മധു മുല്ലശ്ശേരിയെ പോലുള്ള ആളുകൾ എങ്ങനെ പാർട്ടിയിലെത്തി എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇന്നലെ ജില്ലാ സെക്രട്ടറി V ജോയ് പറഞ്ഞതുപോലെ പണവും പാരിതോഷികവും മറ്റും നൽകിയാണ് എത്തിയത് എന്ന കാര്യം ആവർത്തിച്ചു. അത് മുൻകാല നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ വിമർശനമായി തന്നെ കണക്കാക്കാം. ഇതോടൊപ്പം തന്നെ മധു മുല്ലശ്ശേരി നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ ടൂറിന് കൊണ്ടുപോകുന്നു. 2 തരത്തിലുള്ള ടൂറാണ് മധു മുല്ലശ്ശേരി നടത്തിയിരുന്നെന്ന കാര്യവും MV ഗോവിന്ദൻ പറഞ്ഞു. ഒന്ന് മദ്യപിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്ന ടൂറും മറ്റൊന്ന് അല്ലാത്തവരെ കൊണ്ടുപോകുന്ന ടൂറും. ഈ നിലയ്ക്കുള്ള ടൂറും മറ്റുമാണ് മധു മുല്ലശ്ശേരി സംഘടിപ്പിച്ചത്. അങ്ങനെ നേതാക്കളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് തുടർന്നത്. അത് ഒരു തരത്തിലും അനുവദിക്കാനാവാത്ത പ്രവണതയാണെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. 46 അംഗ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പുതിയ ജില്ലാ കമ്മിറ്റി ചേർന്ന് ജില്ലാ സെക്രട്ടറിയായി V ജോയിയെ വീണ്ടും തെരഞ്ഞെടുക്കും. 1.5 വർഷം മാത്രമേ ജില്ലാ സെക്രട്ടറി ആയിട്ട് V ജോയി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടരുമെന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ മൊത്തം 9 പേരെ പുതുതായി ഉൾപ്പെടുത്തി. 7 പേരുടെ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ 3 MLA-മാരുണ്ട്. ആറ്റിങ്ങൽ MLA OS അംബിക, അരുവിക്കര MLA G സ്റ്റീഫൻ, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്, ഒപ്പം തന്നെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, PKS നേതാവായ വണ്ടിത്തട മധു, മഹിളാ അസോസിയേഷൻ നേതാവായ ഷീജ സുദേവ് എന്നിവരടക്കമുണ്ട്. ബാക്കി 2 പേരുടെ പേര് വിവരങ്ങൾ കൂടി ഇനി ലഭിക്കാനുണ്ട്. അത് പുതുതായി വന്ന ഏരിയ സെക്രട്ടറിമാരാണ് എന്നാണ് സൂചന. എന്തായാലും അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. അതിനുള്ള വാർത്താ സമ്മേളനം ഇവിടെ നടക്കും. തെറ്റുതിരുത്തൽ രേഖ തിരുവനന്തപുരത്ത് നടപ്പായില്ല എന്ന വിമർശനമാണ് MV ഗോവിന്ദൻ നടത്തിയത്. പാർട്ടി വിട്ട മധു മുല്ലശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഗുരുതര പരാമർശം സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ മറുപടി പ്രസംഗത്തിൽ നടത്തുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറിയായി V ജോയ് തുടരും. 9 പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവന്റെ വിവാദ പ്രസംഗത്തെ പിന്തുണച്ചും ന്യായീകരിച്ചും CPIM. ജമാഅത്തെ ഇസ്ലാമി SDPI സംഘടനകളെ ചേർത്തു നിർത്തുന്ന നിലപാടിനെയാണ് A വിജയരാഘവൻ വിമർശിച്ചതെന്ന വാദമാണ് നേതാക്കളുടേത്. A വിജയരാഘവൻ പറഞ്ഞത് CPM-ന്റെ നിലപാടാണ് എന്ന് വ്യക്തമാക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ. തീവ്ര നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമി SDPI എന്നിവരുടെ പിന്തുണയിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചതെന്നാണ് A വിജയരാഘവൻ പറഞ്ഞതെന്ന CPIM-ന്റെ വിശദീകരണം. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടി വിലയിരുത്തലാണ്. കോൺഗ്രസിന്റെ വർഗീയ ചങ്ങാത്തം തുറന്നുകാട്ടുകയാണ് വിജയരാഘവൻ ചെയ്തത്. അതിൽ തെറ്റില്ലെന്നാണ് CPIM-ന്റെ നിലപാട്. വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിന്റെയും SDPയുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോടുകൂടിയാണ്. അത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മതരാഷ്ട്രവാദം ഉയർത്തുന്ന SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നിവരെ പിന്തുണയ്ക്കുന്ന UDF സമീപനത്തെ തുടർന്നും CPIM എതിർക്കും. ഈ മതരാഷ്ട്രവാദം ഉയർത്തുന്ന SDPIയും ജമായത്തുമായി ലീഗിന്റെ നേതൃത്വത്തിൽ അവരെ UDF ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് വിജയരാഘവൻ വിമർശിച്ചത്. വർഗീയ കൂട്ടുകെട്ട കേരളത്തിൽ കോൺഗ്രസിനെതിരായ പ്രചാരണ വിഷയമായി നിലനിർത്താനാണ് CPIM തീരുമാനം. സഖാവ് വിജയരാഘവൻ നടത്തിയ പ്രസംഗത്തിൽ യാതൊരു തരത്തിലും വിമർശനത്തിന് വിധേയമായ ഒരു വാക്കുപോലുമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നയത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. A വിജയരാഘവനെ വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാനും CPM-ന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കേരളത്തിലെ CPIM അജണ്ട മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാർ അജണ്ടയ്ക്ക് CPM കുടപിടിക്കുകയാണ്. A വിജയരാഘവന്റെ വർഗീയ പ്രസ്താവന ഒറ്റപ്പെട്ടതാണ് എന്നാണ് കരുതിയതെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതുപോലെ കേരളത്തിലെ CPM-ന്റെ അജണ്ട മാറി.
സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഭൂരിപക്ഷ വർഗീയ പ്രീണനവുമായി CPM രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് CPM പോകുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി വരെ പറയാണ്. അതേസമയം വിജയരാഘവന്റെ വിവാദ പരാമർശത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. പരാമർശം മുസ്ലിം വിരുദ്ധതയും വെറുപ്പും നിറഞ്ഞതാണെന്ന് കുറ്റപ്പെടുത്തൽ. സംഘപരിവാർ രാഷ്ട്രീയം പറയലാകരുത് CPM ലക്ഷ്യമെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. സംഘപരിവാറിന് മണ്ണൊരുക്കുന്നുവോ CPM എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് വർദ്ധിക്കുകയാണ്. വിജയരാഘവന്റെ പ്രസ്താവന ഇതിന്റെ ഭാഗമാണ് എന്ന മുഖപ്രസംഗം പറയുന്നു. ഭൂരിപക്ഷ പിന്തുണ ലക്ഷ്യമിട്ടാണ് ന്യൂനപക്ഷത്തിന് നേരെ വർഗീയ ആരോപണമെങ്കിൽ അത് തിരുത്തണം. വിജയരാഘവനെ തിരുത്തിയില്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകുമെന്ന് മുഖപ്രസംഗം വിമർശിക്കുന്നു. വർഗീയ രാഷ്ട്രീയം പറയാൻ A ടീം ഉള്ളപ്പോൾ CPM നേതാക്കൾ B ടീം ആവാൻ ശ്രമിക്കരുത്. സുപ്രഭാതം പത്രത്തിൽ പാലക്കാട്ടെ LDF പരസ്യം പ്രസിദ്ധീകരിച്ചത് കടുത്ത വിമർശനത്തിനിടയാക്കിയതിനു ശേഷം ഇത് രണ്ടാം തവണയാണ് പത്രം CPM-നെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. 24 തിരൂർ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം നേതാക്കളും മുസ്ലിം ലീഗും. മുഖ്യമന്ത്രി ആര് എന്നതിനേക്കാൾ ഭൂരിപക്ഷമാണ് പ്രധാനമെന്നായിരുന്നു 24-നോട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാമിന്റെ പ്രതികരണം. ചർച്ചകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K മുരളീധരനും ഇന്ന് രംഗത്തെത്തി. മന്നം ജയന്തി ഉദ്ഘാടനത്തിന് ചെന്നിത്തലയെ NSS ക്ഷണിച്ചതോടെയാണ് മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ വീണ്ടും സജീവമായത്. പിന്നാലെ സതീശനെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നതോടെ തർക്കം രൂക്ഷമായി. കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രസ്താവനകളുമായി കളം നിറഞ്ഞതോടെയാണ് ഘടകകക്ഷികൾ അതൃപ്തി അറിയിച്ചത്. മുഖ്യമന്ത്രി ആരാകണമെന്നതിലുപരി ഭൂരിപക്ഷമാണ് വേണ്ടതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാം. ഞങ്ങൾക്ക് ആര് മുഖ്യമന്ത്രിയാകണം എന്ന തർക്കത്തിന് എന്ന ചിന്തക്കപ്പുറത്ത് ഭൂരിപക്ഷം കിട്ടണം എന്ന ചിന്തയിലാണ് ഞങ്ങളുള്ളത്. ആ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളിടത്തെ മുസ്ലിം ലീഗ് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. മറ്റു ഘടകകക്ഷികൾക്കും കോൺഗ്രസിനുള്ളിലെ തർക്കത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം നിലവിലെ ചർച്ചകളിൽ വിയോജിപ്പുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ആൾബഹളം ഉണ്ടാക്കിയാണോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്? അങ്ങനെ ബഹളം ഉണ്ടാക്കിയല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ സെലക്ട് ചെയ്ത പഴയ കാര്യം എടുത്തു നോക്കൂ. എവിടെയെങ്കിലും ആൾബഹളം ഉണ്ടാക്കിയും നമ്മൾ പൊതുയോഗം നടത്തിയാണോ മുഖ്യമന്ത്രിയെ കണ്ടെത്തിയിട്ടുള്ളത്? അതിന് അതിൻ്റെതായ പ്രോസസ്സുണ്ട്. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി നേതാവിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, MLA-മാരുടെ അഭിപ്രായം ചോദിച്ചു. അതല്ലാതെ ഇപ്പോഴും ആരും മുഖ്യമന്ത്രിമാരല്ല. ആദ്യം ഭൂരിപക്ഷം കിട്ടണം, രണ്ടാമത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. അപ്പോൾ അതിലൊന്നും ഒരു തർക്കവും പാർട്ടിക്കകത്തില്ല. കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രസ്താവന തുടർന്നാൽ UDF-നെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് അടക്കം ഇടപെടാനുള്ള സാധ്യതകളും ഏറെയാണ്. 24 കോട്ടയം. സ്വാഗതം. K സുധാകരൻ കോൺഗ്രസിൽ നിൽക്കുന്നത് വേദന അനുഭവിച്ചെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ സ്റ്റേജിൽ വെച്ച് തന്നെ മൈക്ക് വാങ്ങി പ്രതിപക്ഷ നേതാവ് എതിരു പറയും. VD സതീശനെതിരെ ഇന്നും രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത്. എന്നാൽ പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു വാക്ക് പോലും താൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. അദ്ദേഹം ഇതിനകത്ത് നിന്ന് എന്തുമാത്രം വേദന അനുഭവിക്കുന്നു എനിക്കറിയാം. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ക്രൂരമായ സമീപനങ്ങളും അദ്ദേഹത്തെ കൊച്ചാക്കിക്കൊണ്ടുള്ള പറച്ചിലുമെല്ലാം അയാളുടെ പ്രായം കൊണ്ടും പക്വത കൊണ്ടും വളരെ ക്ഷമിക്കുന്നു. അദ്ദേഹത്തിന് വിനയം കൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വളരെ വേദനയും പ്രയാസമുണ്ട്. ഈ KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ആ മൈക്ക് മേടിച്ചിട്ട് സ്റ്റേജിൽ വെച്ച് തന്നെ ഞാൻ എതിര് പറയണമെന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇതിനുള്ള ഒരുപാട് KPCC പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇത്തരം തറപറ പറയുന്ന നിലവാരമില്ലാത്ത പരോക്ഷമായിട്ട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. തൃശൂർ പൂരം വിവാദത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ട വാർത്ത ഏറ്റെടുത്തു മറ്റു മാധ്യമങ്ങൾ. പൂരം അലങ്കോലമായതിനു പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് 24 പുറത്തുവിട്ടത് സെപ്റ്റംബർ 24-നാണ്. മാസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ട റിപ്പോർട്ട് വീണ്ടും ചർച്ചയാക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന VS സുനിൽകുമാറും റിപ്പോർട്ട് മുഖ്യമന്ത്രി തന്നെ തള്ളിയതാണെന്ന് തിരുവമ്പാടി ദേവസ്വവും പ്രതികരിച്ചു. പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്
24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം പുറത്തുവിട്ടത് സെപ്റ്റംബർ 24-ന്. തൃശൂർ പൂരം അട്ടിമറി ആസൂത്രിതമെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് വന്നു. തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാർ പൂരം നിർത്തിവെച്ച് തടസ്സമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. ഈ അന്വേഷണ റിപ്പോർട്ടിൽ സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടിയിലെ ചിലർ പൂരം അട്ടിമറിച്ചു. ഇത് റിപ്പോർട്ടിലെ തന്നെ വാചകമാണ്. സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി തിരുവമ്പാടിയിലെ ചിലർ പൂരം അട്ടിമറിച്ചു. അട്ടിമറിക്കു പിന്നിൽ ഗൂഢാലോചനയുണ്ടായി. SKN രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു തിരുവമ്പാടി ദേവസ്വത്തിന്റെ നീക്കമെന്നായിരുന്നു റിപ്പോർട്ട്. RSS BJP നേതാക്കളുടെ ഇടപെടൽ സ്ഥിരീകരിക്കുന്ന മൊഴികളെ സംബന്ധിച്ചുള്ള വിവരവും 24 പുറത്തുവിട്ടിരുന്നു. മാസങ്ങൾക്കിപ്പുറം 24 പുറത്തുവിട്ട വാർത്ത ഏറ്റെടുക്കുകയാണ് മാധ്യമങ്ങൾ. ADGPയുടെ റിപ്പോർട്ട് മാസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ടതാണെന്നും റിപ്പോർട്ട് നേരത്തെ മുഖ്യമന്ത്രി തള്ളിയതാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. ത്രിതല അന്വേഷണം നടക്കുന്നതിനാൽ റിപ്പോർട്ടിന് ഇനി പ്രസക്തിയില്ലെന്നും ഗിരീഷ് കുമാർ. അല്ല, ഇത് ADGP അജിത് കുമാർ സാറ് അങ്ങോരുടെ വെർഷനാണ് അങ്ങോര് കൊടുത്തിരിക്കുന്നത്. അത് മുന്നേ കൊടുത്തിരിക്കുന്നതാണ്. ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും DGPയും അതിന് ത്രിതല അന്വേഷണം വെച്ചിട്ടുള്ളതാണ്. ആ ത്രിതല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. തിരുവമ്പാടി തരത്തിൽ 0% പോലും ഇതിൽ പങ്കില്ല. മാസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ട റിപ്പോർട്ട് വീണ്ടും ചർച്ചയാക്കുന്നത് ദുരൂഹമെന്ന CPI നേതാവ് VS സുനിൽകുമാർ. ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുന്ന തരത്തിലുള്ള റിപ്പോർട്ടല്ല. അത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതെന്നുള്ള സംശയം എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നതെന്നുള്ളത് ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. വിവരാവകാശ പ്രകാരം പോലും ലഭിക്കാത്ത റിപ്പോർട്ട് പുറത്തു വന്നതിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തൃശൂർ. ADGP MR അജിത് കുമാറിനെതിരെ ആരോപണവുമായി ADGP P വിജയൻ. സ്വർണ്ണക്കടത്ത് കേസിൽ അജിത് കുമാർ തനിക്കെതിരെ കള്ളമൊഴി നൽകിയെന്നാണ് ആരോപണം. DGPക്ക് നൽകിയ പരാതിയിലാണ് P വിജയൻ ആരോപണം ഉന്നയിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് IG ആയിരിക്കെ P വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു DGPക്ക് അജിത് കുമാർ നൽകിയ മൊഴി. ഇതിനെതിരെയാണ് നിലവിലെ ഇന്റലിജൻസ് ADGP P വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. അജിത് കുമാർ കള്ളമൊഴി നൽകിയെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം. പരാതി DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. P വിജയനെതിരായ അജിത് കുമാറിന്റെ വെളിപ്പെടുത്തൽ സർക്കാരോ DGPയോ മുഖവിലക്കെടുത്തിരുന്നില്ല. IG ആയിരുന്നപ്പോൾ P വിജയൻ സസ്പെൻഷനിലേക്ക് പോകാൻ കാരണം ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ടാണ്. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ ചോർത്തിയെന്നായിരുന്നു P വിജയനെതിരായ റിപ്പോർട്ട്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ട സസ്പെൻഷൻ പിൻവലിക്കുകയും ADGPയായി സ്ഥാനക്കയറ്റം നൽകുകയുമായിരുന്നു. 24 തിരുവനന്തപുരം. പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം VHP പ്രവർത്തകർ തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. നല്ലേപ്പള്ളിയിൽ DYFIയും യൂത്ത് കോൺഗ്രസും സൗഹൃദ കാരോൾ സംഘടിപ്പിച്ചു. ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ നടപടിയെ BJP നേതാവ് V മുരളീധരൻ തള്ളി. VHP പ്രവർത്തകർ മുടക്കിയ ക്രിസ്മസ് ആഘോഷത്തിനു പിന്നാലെ നല്ലേപ്പള്ളിയിൽ ആഘോഷങ്ങളുടെ പെരുമഴ. DYFI സൗഹൃദ കാരൽ സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് നല്ലേപ്പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു. സ്കൂളിനകത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വർഗീയതയുടെ വിഷവിത്തുക്കളുമായി കടന്നു ചെന്ന VHP ഇവിടെ ക്രിസ്മസ് നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും DYFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല. വഴിനീളെ മധുരം വിളമ്പി യൂത്ത് കോൺഗ്രസ് സൗഹൃദ കാരലും. അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന വർഗീയത്തിൻ്റെ വിത്ത് കേരളത്തിൽ വില പോകില്ല എന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേരളമാണ്, ഇവിടെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഇതുപോലെ ആഘോഷങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന സ്ഥലമാണ്. സംഭവത്തിന് പിന്നിൽ BJP നേതൃത്വമെന്ന് തുറന്നടിച്ച സന്ദീപ് വാര്യർ. BJPയുടെ ഭാരവാഹികളായിരുന്ന BJPയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ക്രിസ്തുമസ് കരാർ തടഞ്ഞ സംഭവത്തെ തള്ളി V മുരളീധരനും രംഗത്തെത്തി. BJPക്കാർ ആരും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നായിരുന്നു പ്രതികരണം. നടന്നത് എന്താണെന്ന് എനിക്ക് വിശദമായിട്ട് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ BJPക്കാരും അത് ചെയ്യുന്ന എനിക്ക് അഭിപ്രായമില്ല. BJP വർഗീയ നിലപാടെടുക്കുന്നതിന്റെ ദുരന്തം ക്രിസ്തീയ സഭ മനസ്സിലാക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ആ വർഗീയ നിലപാടിനെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്ന് മതനിരപേക്ഷമായ നിലപാടെടുക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട്
അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. ആഘോഷം തടഞ്ഞ VHP പ്രവർത്തകരെ ഇതുവരെ BJP ജില്ലാ നേതൃത്വം തള്ളി പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ അധ്യാപക സംഘടനയും CPM-കാരനായ PTA പ്രസിഡന്റും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ് നല്ലേപ്പിള്ളിയിൽ നടന്നതെന്നാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. 24 പാലക്കാട്. ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ സംഭവം അപലപനീയം എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. സർക്കാർ സ്വീകരിച്ച നടപടി സ്വാഗതം ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ കരൾ നടത്തിയത് സ്വാഗതാർഹമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ DYFI അവർ കരോള് നടത്തുന്നത് സ്വാഗതാർഹമാണ്. ഇവിടെ കരോളായിട്ട് DYFI ആചരിക്കുന്നതിനെ അല്ലെ ആഘോഷിക്കുന്നതിനോ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ശക്തമായിട്ടുള്ള നടപടിയെടുക്കണം. അത് ആണ് എൻ്റെ അഭിപ്രായം. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയതിൽ ആരോപണ വിധേയർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്താൻ തയ്യാറാകാതെ പോലീസ്. ജീവനക്കാർക്കെതിരെയുള്ള ആത്മഹത്യാക്കുറിപ്പിൽ CPM നേതാവ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയും പുറത്തു വന്നിട്ട് ഒളിച്ചുകളി തുടരുകയാണ് പോലീസ്. അതേസമയം സാബു തോമസിന്റെ കുടുംബത്തിന് പണം തിരികെ നൽകാൻ നടപടി സ്വീകരിച്ചെന്ന് സഹകരണ മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, ജീവനക്കാരായ ബിനോയ്, സുജമോൾ എന്നിവരുടെ മൊഴികളാണ് ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴിയും സംഘം ഉടൻ രേഖപ്പെടുത്തും. സൊസൈറ്റി ജീവനക്കാർ തെറ്റു ചെയ്തെങ്കിൽ അന്വേഷണം നടത്തി പോലീസ് നടപടിയെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. നിയമാനുസൃതമുള്ള നടപടികൾ പോലീസ് അന്വേഷിച്ച് ഈ കാര്യത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് എന്തെങ്കിലും വശമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശവും പോലീസിന് കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അന്വേഷണവും നടപടി ഉണ്ടാവും. കുറ്റക്കാരെ സംരക്ഷിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്ന് ആരോപിച്ച് കട്ടപ്പനയിൽ കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് നടത്തി. CCTV ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കുന്നുണ്ട്. മൊഴിയിലും CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതിനുള്ള തെളിവുകൾ കിട്ടുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. 24 ഇടുക്കി. മുഖ്യമന്ത്രിക്കും CPM-നുമെതിരെ CPI പാലക്കാട് ജില്ലാ കൗൺസിൽ റിപ്പോർട്ടിൽ വിമർശനം. ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അധ്യക്ഷനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ആരോപണം തിരിച്ചടിയായി എന്നും ഘടകകക്ഷികളെ CPM തഴഞ്ഞു എന്നുമാണ് കുറ്റപ്പെടുത്തൽ. റിപ്പോർട്ട് ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലും അംഗീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, മുസ്ലിം വോട്ടുകൾ UDF-ലേക്ക് ഏകീകരിക്കാൻ കാരണമായി എന്നാണ് CPI വാദം. ട്രോളി ബാഗ് വിവാദവും പത്രപരസ്യവും വിനയായി അനാവശ്യ വിവാദങ്ങൾ UDF-ൽ ഐക്യമുണ്ടാക്കി. EP ജയരാജന്റെ ആത്മകഥ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ P സരിനെ മോശമായി ചിത്രീകരിച്ചു. ഇത് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നും CPI വിമർശിക്കുന്നു. ഘടകകക്ഷികളെ CPIM നിരന്തരം തഴഞ്ഞുവെന്ന് നേരത്തെ തന്നെ പരാതി ഉന്നയിച്ച CPI തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം ഒരു തവണ മാത്രമാണ് LDF യോഗം ചേർന്നതെന്നും ഓർമ്മപ്പെടുത്തുന്നു. നെൽ കർഷകർക്ക് സർക്കാരിനോടുള്ള വിരോധം കർഷക വോട്ടുകൾ ലഭിക്കാത്തതിന് കാരണമായി എന്നും CPI റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലും അംഗീകരിച്ചു. 24 പാലക്കാട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നാണ് അല്പസമയം മുമ്പ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. മരുന്നുകളോട് നേരിയ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. സമീർ C മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്തൊക്കെയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി അറിയിക്കുന്നത്? വിജയകുമാർ, പ്രിയപ്പെട്ട MTയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കാര്യമായ ഒരു പുരോഗതി ഇല്ല എന്നുള്ള ആരോഗ്യനിലയിൽ കാര്യമായ ഒരു പുരോഗതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകൾ വന്നിരുന്നു. അതിന് പിറകെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നു. കൈകാലുകൾ ചലിപ്പിക്കുന്നതും അതുപോലെ തന്നെ കണ്ണ് തുറക്കുന്നതുമൊക്കെ ആയിട്ടുള്ള അത്തരത്തിലുള്ള വലിയ ഒരു പുരോഗതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും കാർഡിയോളജി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിന് പിറകെ പിന്നീട് ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു. അക്കാര്യം അറിഞ്ഞതിന് പിറകെയാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നായിക്കൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ എത്തിക്കാണുകയും കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആരോഗ്യനിലയിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു പുരോഗതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും ഒടുവിലും ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. വിജയകുമാർ.
യെസ്, മരുന്നുകളോട് നേരിയ തോതിൽ അദ്ദേഹം ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട് എന്നാണ് മെഡിക്കൽ സംഘം ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വനനിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് ആവർത്തിച്ച് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. കഴമ്പുള്ള വിഷയമാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വനനിയമ ഭേദഗതിക്കെതിരെ മലയോര ജനതയും താമരശ്ശേരി, ചങ്ങനാശ്ശേരി, കോതമംഗലം രൂപതകളും എതിർപ്പറിയിച്ച് രംഗത്ത് വന്നു. ഇതോടെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടപെടൽ. കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാക്കളും ജോസ് കെ മാണിക്കൊപ്പം മുഖ്യമന്ത്രിയെ കാണും. വനം കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴ 10 ഇരട്ടി കൂട്ടുന്നത്, വാറണ്ടില്ലാതെയും കേസ് രജിസ്റ്റർ ചെയ്യാതെയും ആരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡി എടുക്കാനുള്ള അനുമതി നൽകുന്നതും ഉൾപ്പെടെ നിയമത്തിൽ ആശങ്കയായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ വനനിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴുള്ളത് അനാവശ്യ വിവാദമാണെന്നും കഴമ്പുള്ള വിഷയമാണെങ്കിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. അതിൽ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ, കഴമ്പുള്ള വിമർശനമുണ്ടെങ്കിൽ അവരോടെല്ലാം മുൻവിധികളില്ലാതെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഗവൺമെന്റ് തയ്യാറാണ്. വൈകിട്ട് 4-നാണ് കേരള കോൺഗ്രസ് എം നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുന്നത്. 24 തിരുവനന്തപുരം. 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ്. നാളെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തതിന് പിന്നാലെ MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് ഒളിവിൽ പോയിരുന്നു. ഇയാളുടെ വീട്ടിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്. നാളെ 11 മണിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഷുഹൈബ് ഹാജരായില്ലെങ്കിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. MS സൊല്യൂഷൻസിലെ 3 അധ്യാപകർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെയാണ് കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുക. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ KSU രംഗത്തെത്തി. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും സ്വകാര്യ ട്യൂഷൻ മാഫിയയെ സഹായിക്കുന്ന സർക്കാരിലെ ഉന്നതരാണ് ഇതിനു പിന്നിലെന്നും KSU കുറ്റപ്പെടുത്തി. 24 കോഴിക്കോട്. എറണാകുളം മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് അമിക്കസ് ക്യൂറി പരിശോധന നടത്തി. സ്ഥലത്തെ തുടർ നിർമ്മാണ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന. 2019 തീരദേശ പരിപാലന നിയമപ്രകാരം മരട് നഗരസഭ കാറ്റഗറി 2-ൽ പെടുന്നതാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്തെ തുടർ നിർമ്മാണ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീം കോടതി അമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം നൽകിയത്. ഫ്ളാറ്റുകൾ പൊളിച്ച 5 ഇടങ്ങളിലും അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. മരട് നഗരസഭ അധികൃതരുമായി കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു. സർക്കാരാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. കാരണം 343 ആളുകളാണ് ഇന്നിപ്പോൾ വഴിയാധാരമായിട്ടുള്ളത്. അതുപോലെ അന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന 4 ഫ്ളാറ്റുകാരും നിലവിലുള്ള നിയമവ്യവസ്ഥിതി വെച്ചുകൊണ്ടാണ് അന്ന് ഈ ഫ്ളാറ്റുകളെല്ലാം പണിത്. ഇത് സർക്കാർ ശക്തമായി ഇതിനെക്കുറിച്ച് ആ അന്വേഷണം എവിടെയാണോ നിർത്തിയത് അത് തുടരണമെന്ന് ഞങ്ങൾ പറയുന്നത്. സ്ഥലത്ത് പുതിയ ഫ്ളാറ്റുകൾ നിർമ്മിക്കണമെന്നാണ് മരട് നഗരസഭയുടെ നിലപാട്. ക്രിസ്മസ് അവധിക്ക് ശേഷം അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. 2020-ലാണ് തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മരടിലെ 5 ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയത്. 24 കൊച്ചി. ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പേരില്ലാതെ ഖേൽരത്ന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പട്ടിക. പുരസ്കാരത്തിന് അപേക്ഷിക്കാത്തതുകൊണ്ടാണ് പേരില്ലാത്തത് എന്നാണ് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെ വാദം. എന്നാൽ ഇക്കാര്യം കുടുംബം നിരാകരിക്കുകയാണ്. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത, ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ഇന്ത്യക്കാരിയായ ആദ്യ താരം. പാരീസ് ഒളിമ്പിക്സിലെ ഇരട്ട വെങ്കല നേട്ടത്തോടെ ചരിത്രത്തിൽ തിരുത്താനാവാത്ത റെക്കോർഡുകൾ തീർത്ത മനു ഭാക്കറിന് രാജ്യത്തിന്റെ പരമോന്നത കായിക ബഹുമതിക്ക് അർഹതയില്ലേ? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജ് ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യം അധ്യക്ഷനായ 12-അംഗ സെലക്ഷൻ കമ്മിറ്റി നൽകിയ ലിസ്റ്റിൽ മനുവിന്റെ പേരില്ലെന്നാണ് റിപ്പോർട്ട്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം സമ്മാനിച്ച ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരാലിമ്പിക്സ് ഹൈജമ്പിൽ സ്വർണം നേടിയ പ്രവീൺ കുമാർ എന്നിവരുടെ പേരുകളാണ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഒളിമ്പിക്സും ലോകകപ്പും പോലെയുള്ള വലിയ ഇവന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് പുരസ്കാരം നൽകുകയെന്നതാണ് സമീപകാല പതിവ്. 2020 ഒളിമ്പിക്സിൽ മിന്നും പ്രകടനം നടത്തിയ 6 താരങ്ങൾക്ക് പുരസ്കാരം നൽകിയപ്പോഴാണ്
ഇത്തവണ സമാനതകളില്ലാത്ത നേട്ടം സ്വന്തമാക്കിയ താരത്തെ പരിഗണിക്കാതിരിക്കുന്നത്. മനു അപേക്ഷ നൽകാത്തതാണ് പുരസ്കാരത്തിന് പരിഗണിക്കാത്തതിന് കാരണമെന്ന് കായിക മന്ത്രാലയം വിശദീകരിക്കുന്നു. എന്നാൽ അപേക്ഷ നൽകിയെന്ന് മനുവിന്റെ കുടുംബവും പറയുന്നു. ഇനി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് കായിക മന്ത്രിയാണ്. അപേക്ഷിക്കാതിരുന്നിട്ട് പോലും പുരസ്കാരം നൽകിയ പതിവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അർജുന അവാർഡിന് അപേക്ഷിക്കാതിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിക്ക് BCCI ശുപാർശയിൽ പിന്നീട് സർക്കാർ പുരസ്കാരം നൽകി. മനു ഭാക്കറിന്റെ കാര്യത്തിലും സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. പുലിപ്പേടിയിൽ തൃശൂർ പാലപ്പള്ളി വലിയകുളത്ത് വീണ്ടും പുലി ഇറങ്ങി. ആതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപത്തെത്തിയ ഒറ്റയാൻ തെങ്ങുകളും കവുങ്ങുകളും നശിപ്പിച്ചു. വന്യജീവി ആക്രമണത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ് തൃശൂരിലെ വിവിധ മേഖലകൾ. പാലപ്പിള്ളിയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായ 2ാം ദിവസമാണ് പുലി ഇറങ്ങിയത്. മേലെ മണ്ണിൽ കബീറിന്റെ പാടിക്ക് പുറകിലെത്തിയ പുലി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചു. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. പടക്കം പൊട്ടിച്ചാണ് പുലിയെ ഓടിച്ചത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപം ഇന്നും ഒറ്റയാൻ ഗണപതി ഇറങ്ങി. സമീപത്തെ ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും ആന നശിപ്പിച്ചു. പിന്നീട് പോലീസ് എത്തിയാണ് ആനയെ തുരത്തിയത്. 24 തൃശൂർ. ആലപ്പുഴ ചേർത്തലയിലെ സമൂഹ വിവാഹവുമായി ബന്ധപ്പെട്ട് വഞ്ചനാ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. സത്സ്നേഹഭവൻ ചാരിറ്റി സൊസൈറ്റി കൺവീനർ ബാബുവിനെതിരെയാണ് കേസ്. 35 വിവാഹങ്ങളിൽ നടന്നത് 9 മാത്രമായിരുന്നു. ചേർത്തല വാരനാട് അഖിലാഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. ചേർത്തല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സത്സ്നേഹ ഭവൻ സൊസൈറ്റി എന്ന സംഘടനയുടെ രക്ഷാധികാരി ഡോക്ടർ ബിജു, പ്രസിഡന്റ് AR ബാബു, മറ്റ് ഭാരവാഹികളായ K അനിരുദ്ധൻ, സനിത സജി, അപർണ ഷൈൻകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമൂഹ വിവാഹത്തിനായി പ്രവർത്തിച്ചത്. മറ്റ് ജില്ലകളിൽ നിന്നുമാണ് സംഘാടകർ ദമ്പതികളെ തെരഞ്ഞെടുത്തത്. എന്നാൽ ഇടുക്കി മുതുകാൻ മന്നൻ സമുദായത്തിൽ നിന്ന് മാത്രം 22 ദമ്പതികൾ ഉണ്ടായിരുന്നു. താലിമാലയും 2 ലക്ഷം രൂപയും നൽകാമെന്ന് പറഞ്ഞായിരുന്നു സംഘാടകർ വിവാഹ വാഗ്ദാനം ചെയ്തതെന്ന് സമുദായ നേതാവ് തങ്കൻ പറഞ്ഞു. എന്നാൽ വിവാഹത്തിനെത്തിയപ്പോഴാണ് താലിയും വധൂവരന്മാർക്കുള്ള വസ്ത്രങ്ങളും മാത്രമാണെന്നറിയുന്നത്. ഞങ്ങൾ 35-40 പേരെടുത്തുണ്ട്. എല്ലാം മന്നാൻ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ, പിന്നെ ST പിള്ളേർ, SC/ST പെട്ട ഒരു 3-4 പിള്ളേരുണ്ട്. വേറെ ഇപ്പോൾ അവർ ഒന്നും തരില്ല. ഒന്നും തരില്ലെന്ന് പറഞ്ഞു. ഒന്നും തരില്ല, വണ്ടിക്കൂലി ഒന്നും തരില്ലെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊന്ന് പട്ടിണിയായിരുന്നു അവിടെ. പ്രശ്നം രൂക്ഷമായതോടെ 22 വധൂവരന്മാർ പരാതി നൽകി. പോലീസ് ഓഡിറ്റോറിയത്തിലെത്തി 2 തവണ ചർച്ച നടത്തിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. ആദിവാസി നേതാക്കളും പ്രവർത്തകരും വേദിയിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. കൂടുതൽ പോലീസ് എത്തി വേദിയിൽ കയറിയവരെ താഴെ ഇറക്കി സ്ഥിതിഗതികൾ ശാന്തമാക്കി 9 ദമ്പതിമാരുടെ വിവാഹം നടത്തി. ആദിവാസി വധൂവരന്മാരെ പ്രതിനിധീകരിച്ച് 65ഓളം പേർ ഇടുക്കിയിൽ നിന്നും 2 വാഹനങ്ങളിൽ വന്നിരുന്നു. വാഹനങ്ങൾക്കുള്ള പണം സംഘാടകർ നൽകിയില്ലെന്ന് കാണിച്ച് ഓഡിറ്റോറിയ പരിസരത്തും ചേർത്തല പോലീസ് സ്റ്റേഷനിലും ഇവർ പ്രതിഷേധിച്ചു. 24 ആലപ്പുഴ. പത്തനംതിട്ട പന്തളം നഗരസഭ നിലനിർത്തി BJP. മുതിർന്ന അംഗം അച്ഛൻകുഞ്ഞ് ജോണിനെ ചെയർമാനായി തെരഞ്ഞെടുത്തു. ഇടഞ്ഞു നിൽക്കുന്ന 3 BJP കൗൺസിലർമാരും അച്ഛൻകുഞ്ഞ് ജോണിനെ വോട്ട് ചെയ്തു. LDFന്റെ അവിശ്വാസ പ്രമേയത്തിൽ മുമ്പ് ഒപ്പിട്ട കൗൺസിലർ KV പ്രഭയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന 2 കൗൺസിലർമാരും അച്ഛൻകുഞ്ഞിന് ജോണിന് അനുകൂലമായി വോട്ട് ചെയ്തു. മുൻ തീരുമാനത്തിന് വിരുദ്ധമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗം KR രവി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തുറ നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തെ ചൊല്ലി കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. BJPയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. LDF ഭരിക്കുന്ന നഗരസഭയിൽ LDFും UDFും വിട്ടുനിന്നു. 17 BJP കൗൺസിലർമാർ മാത്രമാണ് പങ്കെടുത്തത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഈ തർക്കം കുറച്ചു നേരം ഉണ്ടായിരുന്നു. ഇരുവിഭാഗവും ഏതാണ്ട് മുഖാമുഖം എന്ന മട്ടിൽ അത് മാറുകയും ചെയ്തു. ഇപ്പോൾ ശാന്തമായിട്ടുണ്ടോ സാഹചര്യം? വിജയകുമാർ, നിലവിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാനെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ സമാനമായ സ്ഥിതി തന്നെ ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ LDF ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ BJPയാണ് അവിശ്വാസ പ്രമേയം നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ പ്രതിപക്ഷത്തുള്ള UDF അടക്കം ഈ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഇതോടുകൂടിയിട്ടാണ് ചർച്ച നടക്കാത്ത സ്ഥിതി ഉണ്ടായത്. ഇതോടെ
BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന UDF-ന്റെ കൗൺസിലർമാരുമായി മുഖാമുഖം ഒരു വാക്കേറ്റത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു. അവരാണ് ഈ രണ്ട് കൗൺസിലർമാരെയും രണ്ടു വിഭാഗത്തെയും പിരിച്ചുവിടുകയും മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുകയും ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാനെതിരായുള്ള അവിശ്വാസ പ്രമേയവും ചർച്ചയ്ക്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. UDF ചർച്ച ബഹിഷ്കരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും രാവിലത്തെ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. വിജയകുമാർ. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതി അർജുന് ജാമ്യം. കട്ടപ്പന പോക്സോ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായത്. വിചാരണ കോടതിയിൽ ഹാജരായി ബോണ്ട് കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന ആര്യയ്ക്കും അമൃതയ്ക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വക വീട്. കൊല്ലം കടക്കലിൽ നിർമ്മിച്ച വീടിന്റെ പാലുകാച്ചൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നേരിട്ടെത്തിയാണ് നിർവഹിച്ചത്. കുടുംബത്തിന്റെ ദുരിത ജീവിത മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് 3 അംഗ കുടുംബത്തിന് താങ്ങായത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ 100 ദിവസത്തിനുള്ളിൽ വീട് പൂർത്തിയാക്കുകയായിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെ ഒരു മരണം നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ചേർന്ന് കൂടിയിരുന്ന് കരഞ്ഞ് നമ്മളെ യാത്രയയക്കും അല്ലേ? തമിഴ്നാട് ഉസിലാംപെട്ടിയിലെ ഒരു മരണ വീട്ടിലേക്ക് പോകാം. 96-ാം വയസ്സിൽ മരിച്ച നാഗമ്മാളെ കൊച്ചുമക്കൾ യാത്രയാക്കിയത് എങ്ങനെയെന്ന് കാണാം. കുടുംബസംഗമമോ ക്രിസ്മസ് പുതുവത്സര ആഘോഷമോ ഒന്നുമല്ല, മരണവീടാണ്. മരിച്ചത് ഉസിലാംപെട്ടി സ്വദേശി നാഗമ്മാൾ. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് അടിച്ചു പൊളിക്കുന്നത്? അതും മക്കൾ ഉൾപ്പെടെ. വിമർശിക്കാൻ വരട്ടെ, ഇത് നാഗമ്മാളുടെ ഒരാഗ്രഹമായിരുന്നു. മരിച്ചു കിടക്കുമ്പോൾ ആരും കരയരുത്, പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് സന്തോഷമായി തന്നെ യാത്രയാക്കണം. നാഗമ്മാളുടെ ആഗ്രഹം എല്ലാവരും ചേർന്നങ്ങ് നടത്തിക്കൊടുത്തു. നാഗമ്മാളുടെ ഭർത്താവ് 15 വർഷം മുൻപ് മരിച്ചു. 6 മക്കളാണ് ആകെയുള്ളത്. കൊച്ചുമക്കളും അവരുടെ മക്കളും കഴിഞ്ഞ് അടുത്ത തലമുറക്കാർക്ക് വരെ കല്യാണപ്രായമായി. അങ്ങനെ 75ഓളം പേരാണ് ഇന്നലെ പാട്ടുപാടി ഡാൻസ് ചെയ്ത് നാഗമ്മാളെ യാത്രയാക്കിയത്. നാഗമ്മാളിന് സന്തോഷമായി കാണും. ഒപ്പം വാക്കുപാലിച്ചതിന്റെ ആശ്വാസം ഇവർക്കുമുണ്ട്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. പാലക്കാട് സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്തു എന്നൊരു പരാതി കൂടി വരുന്നുണ്ട്. പാലക്കാട് തത്തമംഗലം GBUP സ്കൂളിലാണ് സംഭവം. വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഒരു പുൽക്കൂട് സ്ഥാപിച്ചത്. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് ഈ പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത് എന്നൊരു വിവരം ഇപ്പോൾ പാലക്കാട്ട് നിന്ന് നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വി ജോയി CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തുടരും. 41 പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. 5 മണിക്കൂർ ചർച്ച നീണ്ടു. 46 അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 32 സംസ്ഥാന സമ്മേളന പ്രതികളെയും തെരഞ്ഞെടുത്തു. എല്ലാ തെരഞ്ഞെടുപ്പും ഏകണ്ഠമായിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങളാണ്. 8 പേർ അവിടെ സ്ഥാനമൊഴിഞ്ഞു, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. RP ശിവജി ജില്ലാ കമ്മിറ്റിയിൽ, ശ്രീജ ഷൈജുദേവ് ജില്ലാ കമ്മിറ്റിയിൽ, അങ്ങനെ 2 പേര് കൂടി ഇപ്പോൾ പുതുതായി വരുന്നുണ്ട്. ബാക്കി പേരുകൾ നേരത്തെ വന്നിരുന്നു. ഇനി നോക്കാം ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരി വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 4 വർഷം. പ്രകൃതിയും പ്രണയവും ഭക്തിയും നിറഞ്ഞ കവിതകളിലൂടെ ഹൃദയങ്ങൾ തൊട്ട കവയിത്രി. ഒപ്പം സ്ത്രീ പ്രശ്നങ്ങൾ സമൂഹത്തിൽ സജീവ ചർച്ചയുമാക്കി. ഇനി മനസ്സിൽ
കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല. ഇനി മനസ്സിൽ പ്രകൃതിക്കും പീഡിത സമൂഹത്തിനും വേണ്ടി ജീവിതാന്ത്യം വരെ നിലകൊണ്ട എഴുത്തുകാരി. കരളലിഞ്ഞു പാടുന്ന ആത്മസങ്കടങ്ങളായിരുന്നു സുഗതകുമാരി കവിതകളുടെ പ്രമേയം. സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവരല്ല, സ്നേഹത്തിന്റെ നദിയായി ഒഴുകി ഹൃദയങ്ങൾ തൊടേണ്ടവരാണ് കവികളെന്ന് സുഗതകുമാരി തെളിയിച്ചു. ഇവിടെയമ്പാടി തന്നൊരു കോണിലറിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ, നീ എന്നെ അറിയില്ല. പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി നിരന്തരം കലഹിച്ചു. എഴുത്തിനപ്പുറം സൈലന്റ് വാലി, അട്ടപ്പാടി, ആറന്മുള പ്രക്ഷോഭങ്ങളിൽ സജീവമായി. നിരാലംബരായ സ്ത്രീകൾക്കും മാനസിക വൈകല്യമുള്ളവർക്കുമായി നിലകൊള്ളാൻ അഭയ, മാനസിക രോഗികൾക്കായുള്ള പരിചരണ ഇടം എന്നിവയെല്ലാം സ്ഥാപിച്ചു. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന സമയത്ത് നടത്തിയ ഇടപെടലുകൾ സ്ത്രീ സുരക്ഷയെപ്പറ്റിയുള്ള ആശങ്കകൾ പൊതുജന ശ്രദ്ധയിൽ എത്തിച്ചു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനുമായ ബോധേശ്വരന്റെയും കോളേജ് അധ്യാപികയായ VK കാർത്യായനി അമ്മയുടെയും മകളായി ജനനം. രാത്രിമഴ, പാവം മാനവഹൃദയം, പാതിരാപ്പൂക്കൾ, അമ്പലമണി തുടങ്ങി നിരവധി കൃതികൾ. പത്മശ്രീ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ. സുഗതകുമാരിക്കൊപ്പം നിലച്ചത് സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കാവ്യ നീരുറവകൾ കൂടിയാണ്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. റിസർച്ച് ഡെസ്ക് 24. അവധിക്കാല കാഴ്ചകളിൽ തിളങ്ങി ശാന്തിഗിരി. ഫ്ലവേഴ്സും ശാന്തിഗിരി ആശ്രമവും ചേർന്ന് സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ശാന്തിഗിരി ഫെസ്റ്റിവൽ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അവധിക്കാലം ആഘോഷിക്കുന്നവർക്ക് നിരവധി സസ്പെൻസുകളാണ് ശാന്തിഗിരിയിൽ ഒരുക്കിയിരിക്കുന്നത്. അവധിക്കാലം ചെലവഴിക്കാൻ എല്ലാമുണ്ട് ശാന്തിഗിരിയിൽ. രാവിലെ 11 മണിക്ക് തുടങ്ങുന്ന മനമയക്കുന്ന ഫ്ലവർ ഷോ, 1,00,000 ചതുരശ്ര അടിയിൽ പൂക്കളുടെ വസന്തകാലം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സ്നോ വേൾഡും അമ്യൂസ്മെന്റ് പാർക്കും നക്ഷത്രവനവും വൈൽഡ് ഗാർഡനും എല്ലാം ഒരു കുടക്കീഴിൽ. പ്രധാനമായിട്ടും ഈ ഫ്ലവർ ഷോയുടെ പുതിയ പുതിയ കാഴ്ചകൾ പ്രധാനമായിട്ടും, കാരണം ആശ്രമം ഏതാണ്ട് ഒരു 45 ഏക്കറിൽ ആണ് ഈ കാഴ്ചകളെല്ലാം. അതിൽ ഫ്ലവർ ഷോ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു മുഖമുദ്രയാണ്. അതുപോലെ തന്നെ ഓരോ കാഴ്ചകൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഉല്ലസിക്കുവാനുള്ള അമ്യൂസ്മെൻറ്റുകൾ, അതുപോലെ ഐസ് സ്നോയുടെ ഒരു വലിയ ഹൗസ്, അപ്പോൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റർടൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ സ്റ്റേജ് ഷോസ്, പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ എക്സിബിഷൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഈ ഇവിടെ വന്നിരിക്കുന്ന ഇതിൻ്റെ ഈ ഷോപ്പിംഗ് ഒരു പ്രത്യേക അനുഭവമായിട്ടാണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയുന്നത്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഫ്ലവേഴ്സ് 1 കോടിയിലൂടെ കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ കുട്ടേട്ടനുമുണ്ട് ശാന്തിഗിരിയിൽ. ഇതിനു പുറമെ സന്ദർശകരെ ആവേശത്തിലാക്കി സ്റ്റേജ് ഷോയും ശാന്തിഗിരി ഫെസ്റ്റിലുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച നിരവധി സസ്പെൻസുകളാണ് ശാന്തിഗിരിയിൽ ജനങ്ങളെ കാത്തിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്.
ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.